എത്ര 1 2 3 5 6 7 8 9 ഉണ്ടല്ലോ. എല്ലാതും തന്നെ കൊമേഴ്സ് ചെയ്യാതെ. മുഹമ്മദ് സിയാദ് അഡ്വക്കേറ്റ് 1 2. ഇതെല്ലാം ഒരു ഡേറ്റിൽ തന്നെ വന്നേക്കുന്നേ? എല്ലാം ഒറ്റ ഡേറ്റാ? അല്ലാതെ വന്ന് തിരിച്ചു പോയിട്ട് പിന്നെ വന്നല്ലോ. അതായത് 27 അല്ലേ? ജൂൺ 27-ാം തീയതി എറണാകുളം ഇതാണ് എൻ്റെ പോസ്റ്റ് ഓഫീസ്. 8 കിട്ടിയിട്ടുണ്ട്. 8 എന്നാന്ന് അറിയത്തില്ല, വായിച്ചു നോക്കാം. ആ കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ബാക്കിൽ ശ്രീകണ്ഠമംഗലം എൽ പി സ്കൂൾ. നമസ്കാരം, പറയണം. അപ്പം അൺബോക്സിങ് എനിക്ക് വന്നിരിക്കുന്ന വക്കീൽ നോട്ടീസ് 8 എണ്ണമൊക്കെയാണ്. 1 2 3 4 5 6 7 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തത് ഞാൻ പൊട്ടിക്കാം. അപ്പോൾ എന്താണ് അവർ പറഞ്ഞേക്കുന്നതെന്ന് അറിയത്തില്ല. ഈ 8 എണ്ണമൊക്കെ എന്തിനാണ് എനിക്ക് അയച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തുടരും സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇതുമായിട്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അയച്ച വക്കീൽ നോട്ടീസാണ്. അപ്പോൾ അതിന് അവർ ഓൾറെഡി ഒരു മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് വന്നേക്കുന്നതാണ്. അപ്പം അത് പൊട്ടിച്ച് നോക്കാം, വായിച്ചു നോക്കാം എന്താണ്. യെസ്, രജപുത്ര. യെസ്, അതായത് നിലവിൽ ഇപ്പം വീട്ടിൽ വന്ന് ഇപ്പം ഞാൻ അവിടെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ പാസ്പോർട്ട് ഓഫീസിൽ നിന്നാണ് വഴി വരുന്നത്. പാസ്പോർട്ട് ഓഫീസല്ല, നമ്മുടെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഏകദേശം 1 2 3 4 5 6 7 8 അങ്ങനെ 8 എണ്ണമാണ് നമുക്ക് വക്കീലിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല. അതായത് ഇപ്പം നമ്മളൊരു കേസ് കൊടുക്കുകയാണല്ലോ. ഇപ്പം നമ്മളൊരു കേസ് കൊടുക്കുമ്പോൾ നോർമലി ഇപ്പം നമ്മുടെ കോടതിയിലൊക്കെ ഇപ്പം എൻ്റെ കഥയാണ് അടിച്ചുകൊണ്ട് പോയേക്കുന്നത്. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ എൻ്റെ കഥയാണ്. ഇത് എൻ്റെ കഥയാണെന്നുള്ളതിൻ്റെ എല്ലാ പ്രൂഫും, അതായത് ഞാൻ എഴുതിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രൂഫുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രൂഫുകളും ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോടതി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റേ ഓർഡർ കൊടുക്കാം. സ്റ്റേ ഓർഡർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു OTT-യിലൊക്കെ പടം വന്നിട്ടുണ്ട്. അപ്പം സ്റ്റേ ഓർഡർ അനൗൺസ് ചെയ്യാം. അപ്പോൾ നോർമലി ഒരു 10-14 ദിവസമായിരിക്കും സ്റ്റേ വരിക ബേസിക്കലി, അതായത് എമർജൻസി സ്റ്റേ വരിക. പിന്നീട് നമ്മൾ വാദമൊക്കെ നടത്തി വിജയിക്കണം. അപ്പോൾ ഇതെന്താണെങ്കിലും ഒരു ദീർഘനാൾ നീണ്ടിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു മനുഷ്യൻ കഥ എഴുതിയത് കൊണ്ടോ നിങ്ങൾ പല സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇത് സിവിൽ സ്യൂട്ട് എന്ന് പറയുന്ന കേസ് കൊടുക്കുമ്പോൾ കൈ കാശ് വേണം, ചുള വേണം. ചുള ഇല്ലാതെ ഇതൊരു പരിപാടി നടക്കത്തില്ല. അപ്പം നമ്മൾ ചുള ഇറക്കുന്നത് കൊണ്ടിട്ടാണല്ലോ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഇഷ്ടം പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഇവരുടെ കേസ് എൻ്റെ കോടതിയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന എവിഡൻസുകളെല്ലാം വെച്ചിട്ട് കോടതി സ്റ്റേ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ OTT-യിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം സ്റ്റേ പോകും. അപ്പം നോർമലി OTT-ക്കാർ അവർക്കെതിരെ വേറെ കേസ് ഫയൽ ചെയ്യും. പിന്നെ അതുമാത്രമല്ല അവരുടെ ബ്രാൻഡിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനത്തെ 100,000 വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ പേടിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും, അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോടതിയിൽ കൊണ്ടുപോയിട്ട് ഹർജി സബ്മിറ്റ് ചെയ്തേക്കണം. അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി, നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി തുടരുമെന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് രജപുത്ര എന്ന് പറയുന്ന കമ്പനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏത് കോടതിയിലാണോ നിങ്ങൾ ഫയൽ ചെയ്യുന്നത്, ആ ഫയൽ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് കോടതി ഞങ്ങളുടെയും കൂടെ വാദം കേട്ടതിന് ശേഷമേ ഇതുപോലത്തെ പരിപാടികൾക്ക് പോകാവുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും പ്രൂഫ് ഉണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അവർക്കില്ലെങ്കിൽ പിന്നെ അവരെന്തിന് അങ്ങനെ കോടതിയിൽ പോകണം, മുൻകൂറായി കോടതിനെ എന്തിനു സമീപിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതോ ഒരു പാളി തകർന്നു വീണിരിക്കുന്നു, ആ പറയുന്ന പ്രസ്തുത ആൾക്കാരുടെ മനസ്സിൽ ഭയം കയറിയിരിക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യില്ല. ഞാനത് കമ്പൽസറി കോടതി. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ പറയുന്ന പോലെ കഷ്ടപ്പെട്ടിരുന്ന് ഇപ്പം ഞാൻ നിരവധി കഥകൾ ഇടുന്ന നിങ്ങളെല്ലാവരും കണ്ട. അപ്പം ഞാൻ നിരവധി കഥകൾ എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ട്രെസ്സുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യമുണ്ട്, എൻ്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഫേക്ക് ഐ ഡി ഒരുപാട് കമൻറ്റുകൾ വന്ന് എൻ്റെ തെറി വിളിക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഒരു ഇതാണ്, ഈ തുടരും വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് ഒരുപാട് ഫേക്ക് ഐ ഡികൾ വന്നിട്ട് എന്നെ ഇങ്ങനെ ഘോരം തെറി പറയുന്നത്. അപ്പോൾ തരുൺമൂർത്തിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് തരുൺമൂർത്തി തന്നെ പറയുന്ന ഒരു ഏഡുണ്ട്. തരുൺമൂർത്തി പറയുന്നുണ്ട്, 3 ദിവസം മുമ്പ് ഈ കഥ ലീക്കായിരുന്നു. അപ്പോൾ അത് പ്രകാരം തരുൺമൂർത്തി ഒരുപാട് കഥകൾ ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഉണ്ടാക്കിയ കഥകളെല്ലാം ഈ പറയുന്ന മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ഫേക്ക് ഐ ഡികൾക്ക് കൊടുത്തിരുന്നു. ദാറ്റ്സ് ദ പോയിന്റ്. ഫേക്ക് ഐ ഡികൾക്ക് കൊടുത്തിരുന്നു, എന്നിട്ട് ആ കഥകൾ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അതേ ഫേക്ക് ഐ ഡിയിലുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ വന്ന് തെറി പറയുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഒരു കേസും കൂടെ കൊടുക്കാൻ പറ്റും. വേറൊന്നുമല്ല, എന്നെ ഇങ്ങനെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ. കാര്യം ഞാനിപ്പോഴും വാദിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എഴുതിയതിൻ്റെ എവിഡൻറ്റുകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഞാൻ ഹരീസ് രാജോവനായിട്ട് സംസാരിച്ചതിൻ്റെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഹരീസ് രാജോവൻ്റെ വീട്ടിൽ പോയി ഞാൻ ഹരീസ് രാജോവനോട് കഥ പറഞ്ഞതിൻ്റെ ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ പുള്ളിയുടെ ഫോണിൽ ദീർഘനേരം സംസാരിച്ചതിൻ്റെ, ഈ കഥയായിട്ട് ബന്ധപ്പെട്ട് ദീർഘനേരം സംസാരിച്ചതിൻ്റെ എവിഡൻസുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ എവിഡൻസുകൾ ഈ പടമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ ഇതുണ്ടോ 8 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ. നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കുക, ഇവർ കോടതിയിൽ പോയിട്ട്, അതായത് വേറെ ഒന്നുമല്ല, അപേക്ഷിച്ചേക്കാണ്, എൻ്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് നന്ദകുമാർ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളെയും കൂടെ അറിയിക്കണേ സാറേ, അറിയിക്കാതെ ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറയുന്ന രീതിയിൽ കൊടുത്തേക്കാണ്. ഞാനിതൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല ബ്രോ, നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നേ, നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇത് എറണാകുളം കോർട്ട്, അവർ എറണാകുളം കോടതിയിൽ കൊടുത്തിരിക്കുന്നതിൻ്റെയാണ് 1. ഇനി 2 അത് മാറ്റി വെക്കട്ടെ. അങ്ങനെ ഇവർ ഓരോ കോടതിയിലും കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തേക്കാണ്. എപ്പോഴാണ് ഞാൻ കേസ് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിലവിൽ എവിടെയാണ് കേസ് കൊടുത്തതെന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഭാവിയിൽ അവർ പുകഞ്ഞിട്ടുണ്ട്, അതായത് പുകയുന്നു. നമ്മൾ തെറ്റ് ചെയ്യരുത്. അവർക്ക് മാന്യമായിട്ട് എൻ്റെ അടുക്കെ വിളിച്ച് പറയായിരുന്നു, നന്ദകുമാരേടാ നിന്റെ കഥ എടുക്കുന്നുണ്ട് എന്നും എന്നോട് പറയായിരുന്നു. അത് ഏത് വഴിയാണല്ലോ അവർക്ക് പറയായിരുന്നത്. അവരുടെ സ്വന്തം തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കഥയാണെന്നുണ്ടെങ്കിൽ എന്തിന് ഇമാതിരി പരിപാടിക്ക് പോകണം? കോടതി മുഴുവനും കയറി ഇറങ്ങണം, ഇത്രയും സെക്യൂരിറ്റി ഒപ്പിക്കണം, അന്തസ്സോടുകൂടി. ഇത് തിരുവനന്തപുരം കോടതി, ഇത് കണ്ടോ, ഇത് തിരുവനന്തപുരം കോടതിയാണ്. അപ്പോൾ ഇവർ പല 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 കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തേക്കാണ്, മനസ്സിലായില്ല? അപ്പോൾ അവർ ഉൽപ്പാദിപ്പിച്ച കഥയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അന്തസ്സോടുകൂടി ഞാൻ കൊടുക്കുന്ന ഐ ഡി ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കേസ് കൊടുത്താലും കോടതി വിലയിരുത്തും. കോടതി വിലയിരുത്തായിരുത്തൊന്നുമില്ല. കോടതി അതിൻ്റെ എവിഡൻസുകൾ നോക്കും, തെളിവുകൾ നോക്കും, അതിൻ്റെ കാര്യങ്ങൾ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രമല്ലേ സ്റ്റേ കൊടുക്കത്തുള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഓടിച്ചെല്ലുന്നവർക്കൊക്കെ കൂടി ഇത് കിട്ടുകയാണ്. അപ്പോൾ ഇവരെന്തോരം നടന്നെന്ന് ആലോചിച്ച് നോക്കിയതേ. അടുത്ത കോർട്ട് ഇതും കോർട്ട് അറ്റ് എറണാകുളം ആണ്, എറണാകുളത്തെ കോടതിയിലാണ്. ഇനി രണ്ടാമത്തത് ഇനിയുണ്ട്. ഇതിൻ്റെ സാധനം ഞങ്ങൾക്ക് ഇത് അയച്ചു തീർക്കാൻ തന്നെ ഒരു സമയം എടുക്കുന്നത്. ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ച്, കൺമുന്നിൽ വെച്ചാണ് ഞാനിത് പൊട്ടിക്കുന്നത്. ഇതുണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്, കല കൊണ്ട് ജീവിക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്തും ആയിക്കോട്ടെ, ഐഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഥ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സാമാന്യമായിട്ട് അതിൻ്റെ അകത്തൊന്ന് വിളിച്ച് പറഞ്ഞ് അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു പരിപാടി. ഇതും എറണാകുളം കോടതിയിലുള്ളതാണ്. അത് ഉണ്ട്. അങ്ങനെ തന്നെ മാന്യമായിട്ട് പെരുമാറണം. എനിക്ക് അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. അത് അവർ തന്നെ സൃഷ്ടിച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്തിനാ ഇങ്ങനത്തെ കഥ ഇങ്ങനെ ഓരോ കോടതിയിലും കയറി ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ സാധനം, ഇതിനെന്തോ പേര് പറയും, പ്രത്യേകിച്ചൊരു പേരുണ്ട്, ഞാനിത് പറഞ്ഞത് കാരവാനോ അങ്ങനെ എന്താ വാങ്ങിച്ചത്. അതെ, എന്നെ കവിയേറ്റേഴ്സ് എന്നാണ് അതിൻ്റെ പറയുന്ന പേര്, കവിയേറ്റേഴ്സ്. ഞാൻ ചുമ്മാ വീഡിയോയ്ക്ക് ഒരു കോമഡിക്ക് വേണ്ടിയിട്ടാട്ടോ അത് പറയുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇത് ഇടണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആയതും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ അടുത്തത് ഞാൻ അഴിച്ചു നോക്കുകയാണ്. ഇതേത് കോടതിയിലോട്ടുള്ളതാണെന്ന് നോക്കട്ടെ. ഇത് ഏത് കോടതിയാ? എല്ലാം എറണാകുളം കോടതിയുടെ തന്നെ കേട്ടോ. എറണാകുളത്ത് ഇതിനു വേണ്ടി കോടതി ഉണ്ടോ? ഇത് എറണാകുളം കോടതിയാണ്.
അടുത്തത് ഇതും ഈ പറയുന്ന പോലെ തന്നെ ഇത് തിരുവനന്തപുരം കോടതിയാണ്. തിരുവനന്തപുരം കോടതിയാണ്. അടുത്തത് നമ്മുടെ ഇത് തിരുവനന്തപുരം കോടതിയാണ്. അടുത്തല്ലേ ഇത് അയച്ച കോടതിയിലൊക്കെ ഉള്ളവരെ സമ്മതിക്കണം. അടുത്തത് അടിക്കട്ടെ, അതേ പൊട്ടിക്കുകയാണ്. ഇത് തിരുവനന്തപുരം. അപ്പം തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള കോടതികളിലാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ രജപുത്ര വിഷ്വൽ മീഡിയ ഹാവിങ് അറ്റ് ഓഫീസ്, അതിൻ്റെ അഡ്രസ്സ് നന്ദകുമാർ AP ഒക്കെ അതിൻ്റെ ഇത് ഡീറ്റെയിൽസ്. ഇതിൻ്റെ അഡ്രസ് ഓഫ് ദ cavities ഫോർ സർവീസ് ഓഫ് നോട്ടീസ് വിത്ത് ദ jurisdiction. Honorable Court of that their counsel Mohammed Siad, the address of the respondent. അതൊക്കെ ഉണ്ട്. അപ്പം ഈ സാധനം അതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ഒരു 8 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ഒരു വക്കീൽ നോട്ടീസ് അവർക്ക് അയച്ചിരുന്നു. അപ്പം അയച്ചിരുന്നതിൻ്റെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, രാമൻ എന്ന് പറയുന്ന കഥ, ഞാൻ ഈ പറയുന്ന എഴുതിയിട്ടുള്ള കഥ, ആ കഥയുടെ സ്ക്രിപ്റ്റും ഞാൻ എഴുതിയിരിക്കുന്ന തിരക്കഥ ഞാൻ 26-ാം തീയതി പടം റിലീസായതിന് നെക്സ്റ്റ് ഡേ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്, പബ്ലിക്കായിട്ട് ഇട്ടാണ്, ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടാണ്. അത് അതിനു മുമ്പ് ഞാൻ ഹരീഷ് രാജേഷിനോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ബാലയോടും ഷൈൻ ടോം ജാക്കിയോടും എല്ലാവർക്കും അവരുടെയൊക്കെ ഇതിലൊക്കെ ഉണ്ട്, മെയിലിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം അവർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് എന്താണ്, രാമൻ എന്ന് പറയുന്ന കഥ വളരെ സിമ്പിളാണ്. കാര്യം ഭയങ്കര മദ്യപാനിയും ഈ പറയുന്ന പോലെ കപടതയുള്ളവനും ഈ പറയുന്ന ജോലിയോട് ഒട്ടും തന്നെ ആത്മാർത്ഥതയില്ലാത്തവനും പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ത് അക്രമവും കാണിക്കുന്നത്. അതാണല്ലോ അതിനകത്ത് പറയുന്നത്. 36 കൊല്ലമായടാ ബെൻസേ, അതിൻ്റെ ഇടയിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ നെറുകേടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ റിഗ്രറ്റ് ഇല്ലടാ എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ആക്ച്വലി രാമൻ്റെ അകത്ത് ജോൺ എന്ന് പറയുന്ന പോലീസുകാരനാണ്. ആ പോലീസുകാരൻ ഈ പറയുന്ന എൻ്റെ കഥയ്ക്കകത്ത് രാമൻ എന്ന് പറയുന്ന ആളുടെ മകനായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്നവന് ഈ പറയുന്ന തലയ്ക്ക് തക്കം പൊക്കം എന്ന് പറയുന്ന രീതിയിൽ തലക്കെട്ടൊരെണ്ണം കൊടുത്തിട്ട് പടമാക്കി കളയുന്നു. അതിനുശേഷം ഈ പറയുന്ന രാമൻ എന്ന് പറയുന്ന ആളുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ അയാളുടെ വണ്ടിയിൽ തന്നെ സ്വന്തം മകൻ്റെ ഡെഡ് ബോഡിയായിട്ട് ആ പിതാവ് യാത്ര ചെയ്യേണ്ടി വരുന്നു. അതായത് ആ കള്ളത്തരം പറഞ്ഞ് മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്, ഈ പറയുന്നത് കള്ളത്തരം പറഞ്ഞ് കൊണ്ടുപോകുന്നു. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഹരീഷ് രാജേഷിൻ്റെ മകൻ എന്ന് പറയുന്ന അത്രയും അതുല്യ നടൻ എന്തെങ്കിലും ഒരു കഥാപാത്രം കൊടുക്കാനാണെങ്കിൽ ഈ ഫഹദ് ഫാസിലിൻ്റെ അനിയന് കൊടുത്ത കഥാപാത്രം വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ആ സിനിമയ്ക്കകത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ വേഷത്തിലാണ് ഈ പറയുന്ന അശോകൻ ചേട്ടൻ്റെ മകൻ പോയത്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഹരീഷ് രാജേഷ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ഇതിൻ്റെ അകത്ത് എനിക്ക് എവിടേക്കോ കുറെ സംശയങ്ങളൊക്കെ ഉള്ളതിന് പ്രകാരമാണ് ഞാൻ എൻ്റെ ഓഡിയോ ക്ലിപ്സൊക്കെ ഇട്ടത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന മകനെ ഈ പറയുന്ന പോലെ തന്നെ കാട്ടിൽ കുഴിച്ചിടുന്നു. അതിനുശേഷം ഈ പറയുന്ന രാമൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അവനാണ് സ്വന്തം മകനെ പടവാക്കിയതെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി രാമൻ എന്ന് പറയുന്ന ആളെ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ജോൺ എന്ന് പറയുന്ന ആൾ തയ്യാറാവുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇയാളെ രാമൻ എന്ന് പറയുന്ന വ്യക്തി തിരിച്ചടിക്കുന്നു, അതായത് പ്രതികാരം ചെയ്യുന്നു. അങ്ങനെ പ്രതികാരം ചെയ്ത് ഈ പറയുന്ന ജോഡിനെ തീർക്കാണ്, ഭൂമിയെ പറഞ്ഞു വിടാണ്. അപ്പം മറ്റേ സാധനമാണ് ചാടി വരുന്നത്, ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് എൻ്റെ രാമന്റെ കഥ. അപ്പൊ ഈ കഥയായിട്ട് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ചോറിനവർക്കൊക്കെ മനസ്സിലാവും. അപ്പൊ അവര് പറയുന്ന വാദങ്ങൾ അവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ പറയുന്ന 8 കോടതിയിൽ പോയി മുൻകൂർ പറഞ്ഞേക്കാണ് കോർട്ടിൽ, എൻ്റെ പൊന്നു സാറേ നന്ദകുമാർ ഇവിടെ വരും, നന്ദകുമാർ എന്ന് പറയുന്ന ആൾ കേസുമായിട്ട് വരും. അങ്ങനെ കേസുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളോടൊന്നും ചോദിക്കാതെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഇതൊന്നും ചെയ്യല്ലേ. അതായത് മുൻകൂർ ജാമ്യമൊക്കെ കൊടുക്കത്തില്ല, നമ്മൾ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ വെക്കുന്നത് പോലെ ഒരു മുൻകൂർ പരിപാടി, ഏത് ഈ പറയുന്ന സ്റ്റേ കിട്ടാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ചീറ്റ് കളിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത്, ഞാനൊരു സാധനം കൊണ്ട് കോർട്ടിൽ കൊടുക്കുമ്പോൾ കോർട്ടിന് തോന്നണ്ടേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് ഉണ്ട്, ഇവൻ കൊള്ളാണ്, ഇവൻ കഷ്ടപ്പെടുന്നവനാണ്, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അല്ലാതെ കണ്ട അണ്ടനും അടകോടനൊക്കെ സ്റ്റേ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ, അവർ ചെറുതായിട്ട് ഭയന്നിട്ടുണ്ട്. ഞാനിപ്പോഴും പറയുന്നത് രജപുത്രയുടെ രഞ്ജിത്തേട്ടനോടാണ്, തരുൺമൂർത്തിയോടാണ്. എൻ്റെ പൊന്നും മച്ചാന്മാരെ, എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യമില്ല, മനസ്സിലായില്ലേ? നമ്മൾ തമ്മിലല്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രഞ്ജിത്തേട്ടൻ്റെ പടങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, തരുൺമൂർത്തിയുടെ പടം ആസ്വദിക്കുന്നതാണ്. ഈ പറഞ്ഞ തുടരും എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുമാണ്. പക്ഷേ
എടാ, ഞാൻ എഴുതി ഉണ്ടാക്കിയ ഒരു കഥ എന്നോട് ചോദിക്കാതെ, എൻ്റെ അനുവാദമില്ലാതെ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിനെ വെച്ച് ചെയ്യുമ്പോൾ അളിയാ ഒരു കോൾ ഒന്നുമില്ലേലും ഞാൻ ആ കഥ എഴുതാനായിട്ട് 2000 കാലഘട്ടം മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ കിടന്ന് ഉരുവാക്കി അതിൻ്റെ പുറകെ നടന്ന്, മനസ്സിലായില്ലേ, അത് കഴിഞ്ഞ് നടന്ന് സഞ്ചരിച്ച് അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്ത് ആ കഥ ഞാൻ പൂർത്തീകരിച്ച് എഴുതി, സ്ക്രിപ്റ്റ് എഴുതി, അത് ഞാൻ പോയി ഷൂട്ട് ചെയ്ത്, ആ ഷൂട്ട് ചെയ്തത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഞാൻ സ്ട്രഗിൾ, എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ പൂർവികരുടെ കയ്യിൽ ഒന്നും കാശില്ല. എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാശുള്ള ആളൊന്നുമല്ല. അവിടെ നിന്നും പ്രയത്നിച്ച് സ്വന്തം പ്രയത്നത്തിൽ സാമ്പത്തികം ഉണ്ടാക്കിയെടുത്ത് പതിയെ സിനിമകൾ ഉണ്ടാക്കി അതിനുശേഷം ഞാനിങ്ങനെ കരകയറി വരികയാണ്. അപ്പം ഞാൻ പോയി കഥ പറഞ്ഞ വ്യക്തികൾക്ക് എത്തിക്സ് ഇല്ലല്ലോ. ദാറ്റ്സ് എ പോയിന്റ്. നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ ഇടയ്ക്ക് പോയി കഥ പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അളിയ നമ്മളെ അവരെ വെച്ച് നമുക്ക് പടം ചെയ്യാൻ പറ്റുന്നു. എടാ, എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അവരെന്നുള്ള എനിക്ക് മനസ്സിലായത് ഈ പടം സ്ക്രീനിൽ വന്നപ്പോഴാണ്. ഇത് ഇനി നാട്ടുകാർ പറയും ഒരേപോലത്തെ ചിന്തയിൽ ചെറിയ ആശയം. എടാ, ചെറിയ ആശയമാണെങ്കിൽ എങ്ങനെയാ? കഥാപാത്രങ്ങൾ സെയിം, കഥയുടെ സന്ദർഭങ്ങളെല്ലാം സെയിം, അതുപോലെ എൻ്റെ ലൈനപ്പ്, അതിൻ്റെ ഓർഡർ, ഇതെല്ലാം സെയിം. അങ്ങനെ ഒരാൾക്കും എഴുതാൻ പറ്റൂല, അങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതിൻ്റെയൊക്കെ എവിഡൻസ് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അളിയ, ഐ ആം ദ സ്ട്രോങ് പുഷ്പ. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എൻ്റെ കോൺഫിഡൻറ്റിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ എന്തായാലും സബ്മിറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ടുള്ള പരിപാടി ഉണ്ട്. ഈ വലിയവൻ ചെറിയവൻ എന്ന് പറയുന്ന ഭാവമൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അളിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇത് കേട്ടതാണ്, അത് ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി, അത് വെച്ച് ഞങ്ങൾ ഇന്ന പോലെ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ അകത്ത് അളിയൻ്റെ ഈ പറഞ്ഞ സംഭവം ഉണ്ട്, അതിൻ്റെ അകത്ത് അളിയൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, അല്ലെങ്കിൽ അളിയൻ്റെ പേരെഴുതി കാണിക്കാം, അല്ലെങ്കിൽ ഇന്നതാണ്. ആ കഥ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. കാര്യം ഇമോഷണൽ എന്ന് പറയുന്ന ഒരു സാധനം ആ കഥയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. ആ കഥയ്ക്കകത്ത് ഇമോഷണൽ എന്ന് പറയുന്നത് ഈ അച്ഛൻ മകൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ അതിനകത്ത് വരുന്നതോടുകൂടിയാണ് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ഇമോഷണൽ കണക്ഷൻസ് കിട്ടിയത്. അതുവരെ ഏതോ ഒരു വണ്ടി, ഫാൻ മേഡർ ആയിട്ടുള്ള ഒരു വണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, അവിടുന്ന് വണ്ടി പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കുന്നു, ആ വണ്ടിക്കകത്ത് എന്തോ ഒരു മറ്റേ പച്ചല പോലത്തെ എന്തോ സാധനം വെക്കുന്നു, ആ പച്ചല വെച്ചതിന് പ്രകാരം വണ്ടി അകത്ത് പോകുന്നു, അവിടുന്ന് എങ്ങനെയൊക്കെ പുറത്തിറക്കുന്നു, അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിരുന്നുള്ളൂ. ആ കഥയ്ക്കകത്ത് നിന്ന് ഈ പറയുന്ന ലാലേട്ടനെ പോലത്തെ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ പറയുന്ന ജോർജ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഉപാധി അതിൻ്റെ അകത്ത് വേണമായിരുന്നു. ആ ശക്തതയാണ് എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. മാന്യത കാണിക്കുന്നുള്ളൂ. ആരാണേലും അടിച്ചു മാറ്റിയവൻ ആരാണേലും, അതിപ്പോൾ എത്ര വലിയ കൊമ്പനാണേലും മാന്യത കാണിക്കണം. മനുഷ്യനാണ്, പൈസ നമ്മുടെ അല്ല, ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. പക്ഷെ ആ കഴിവ് നമ്മുടെയാണ്. അപ്പൊ ആ കഴിവിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ആ കഴിവിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അത് എത്ര വലിയവനാണേലും ബഹുമാനിക്കാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യം റെസ്പെക്റ്റാണ്. എൻ്റെ കഥയിന്മേൽ, ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ കഥയിന്മേൽ എനിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ മറ്റവരെ നഷ്ടപരിഹാരം മേടിക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് മേടിച്ചാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അങ്ങനെയാണ് എല്ലാ ദിവസവും ലോട്ടറി എടുത്താൽ പോയി അടിക്കുന്നത് നോക്കിയിരിക്കാനുണ്ട്. അങ്ങനെയല്ലല്ലോ. ഞാൻ പ്രയത്നിക്കുന്നവനാണ്. 2012 കാലം മുതൽ, അതായത് 12 വർഷത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്. അതുവഴി ഞാൻ സിനിമയിലേക്ക് കടന്നു വന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് 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 തറവായി ഞാൻ ഒരു വമ്പം പരിപാടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് പണിയുമ്പോൾ പോലും അതിൻ്റെ അടിത്തറ ശക്തമായാൽ മാത്രമാണ് അതിൻ്റെ മേളിൽ ഓരോ കെട്ടിടങ്ങൾ വെച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടിത്തറ എന്ന് പറയുന്ന അറിവായിരുന്നു. ആ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ടതിന് പ്രകാരമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം. മീൻസ് എനിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്. അതല്ലാതെ ഫേക്ക് ഐ ഡി എന്നുള്ള തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും അല്ല വേണ്ടത്. എനിക്കൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ഫേക്ക് ഐ ഡിയിൽ വന്ന് തന്തക്ക് വിളിക്കണവൻ്റെ തിരിച്ച് തന്തക്ക് തന്നെ വിളിക്കും. അതിൻ്റെ അകത്ത് ഒരു ദാക്ഷിണ്യവും ഇല്ല. കാര്യം ഫേക്ക് ഐ ഡി ആണെങ്കിൽ പോലും അവനൊരു മനുഷ്യനാണ്, അവനൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവൻ ഈ ഫേക്ക് ഐ ഡി മുഖം മാറ്റി വെച്ചിട്ടാണല്ലോ ഈ പരിപാടി കാണിക്കുന്നത്. അതിൽ കഥയില്ല. പക്ഷെ അവനാണെങ്കിലും അവൻ്റെ തന്തക്ക് കേൾക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിലും ഒരു മടിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് പിൻവാങ്ങും എന്ന് നിങ്ങളായിട്ട് ചിന്തിക്കേണ്ട. പിന്നെ എൻ്റെ ഐഡിയ എന്താണ്, ഞാനിത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണതെന്ന് നിങ്ങൾ തലകുത്തി നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നമുക്കപ്പോൾ കോടതിയിൽ കാണാം. താങ്ക് യു.